അക്ബർ ദ ഗ്രേറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ NCERT സിലബസിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഒഴികെയുള്ളവരൊക്കെ അങ്ങനെയാണ് ചരിത്രം പഠിച്ചത്. ഇപ്പോൾ അക്ബർ ഇസ്ലാമിക മൗലികവാദിയും അപരമതത്തോട് പ്രിയമില്ലാത്തവനുമാണ്. ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്വത്തിന് അടിത്തറയിട്ട അക്ബർ ശരിക്കും ആരാണ്? മറ്റു മതങ്ങളെയൊക്കെ അക്ബർ അടിച്ചമർത്തിയോ? ഹിന്ദുക്കളോട് ഏറ്റവും ബഹുമാനത്തോടെയും സഹിഷ്ണുതയോടെയും പെരുമാറിയ ചക്രവർത്തി എന്ന പാഠം ഇനി തിരുത്തണോ? ആരാണ് ശരിക്കും അക്ബർ? ആരംഭിക്കുന്നു സത്യം പറയട്ടെ. യുദ്ധങ്ങളിലെ അപരാജിതൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെമ്പാടും മുഗൾ ഭരണം സ്ഥാപിച്ചയാൾ, രാജ്യമെങ്ങും ഒരേ മട്ടിലുണ്ടായ അഭിവൃദ്ധി, പിന്നെയും 3 നൂറ്റാണ്ട് മാറ്റമില്ലാതെ തുടർന്ന ഭരണ സമ്പ്രദായം സ്ഥാപിച്ചയാൾ. ഇങ്ങനെ അക്ബറിന് അനേകം വിശേഷണങ്ങളുണ്ട്. അതിനൊപ്പം ഒന്നുകൂടിയുണ്ട്, അക്ബറുടെ സാമ്രാജ്യം ഒരിക്കലും ഇസ്ലാമികമായിരുന്നില്ല എന്ന വിശേഷണമാണത്. ഹിന്ദു രാജകുമാരിമാരെ അക്ബർ വിവാഹം കഴിച്ചു. അവരെല്ലാം അവരുടെ മതവിശ്വാസം തുടർന്നു. ഇതെല്ലാമായിരുന്നു ഇതുവരെ പഠിച്ച പാഠങ്ങൾ. അതിന് ഒരു മാറ്റം വരുത്താൻ എന്തെങ്കിലും പുതിയ പാഠങ്ങൾ വന്നോ? NCERT പാഠപുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അക്ബർ ചിറ്റോർഗഡിൽ 30,000 ഹിന്ദുക്കളെ കൊല്ലാൻ നിർദ്ദേശം നൽകി. മാത്രമല്ല, സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. 1568 ആയിരുന്നു ഇത്. കൂട്ടക്കൊലയ്ക്ക് ശേഷം അക്ബർ പറഞ്ഞതായി പുസ്തകം ഇങ്ങനെയും കൂട്ടിച്ചേർക്കുന്നു: അവിശ്വാസികളുടെ കോട്ടകളും കൊത്തളങ്ങളും നമ്മൾ കീഴടക്കുകയും അവിടെയെല്ലാം ഇസ്ലാം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മുടെ രക്തദാഹിയായ വാളുകൊണ്ട് അവരുടെ മനസ്സിലുള്ള അവിശ്വാസത്തെ നാം ചീന്തിയെറിഞ്ഞു. ആ പ്രദേശത്തെ ക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചു. അക്ബറെ കുറിച്ച് ഇന്ത്യയിലെ പാഠപുസ്തകം ഇങ്ങനെ പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ എന്തായിരിക്കും? അതിൽ പറയുന്നതാണ് ഏറ്റവും രസകരം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഏകോപിപ്പിക്കാനായി സ്വന്തം മതത്തെ കുരുതി കൊടുത്ത ഭരണാധികാരിയാണ് അക്ബർ. ഹിന്ദുക്കൾക്ക് ആവശ്യമില്ലാത്ത പ്രാധാന്യം അക്ബർ നൽകി. എന്നാൽ ഔറംഗസേബ് യഥാർത്ഥ മുസ്ലിം ഭരണാധികാരി ആയിരുന്നെന്നും പാകിസ്ഥാനിലെ പുസ്തകം പറയുന്നു. സാർവലൗകികമായ ഒരുമയും സ്നേഹവും, ഇതായിരുന്നു അക്ബറിന്റെ നയം. യൂണിവേഴ്സൽ ഹാർമണി എന്ന് ഇംഗ്ലീഷിൽ പറയും. എല്ലാ മതവും ഒരേ ദൈവത്തിലേക്കുള്ള വഴിയാണെന്ന് അക്ബർ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. തന്റെ ജനങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനുമുള്ള സ്വാതന്ത്ര്യം രാജാവ് നൽകണം എന്ന് ആവർത്തിച്ച് പ്രസംഗിച്ചിരുന്നയാളാണ് അക്ബർ. പറയുന്നത് മാത്രമല്ല, പ്രവൃത്തിയിലും അങ്ങനെ തന്നെയായിരുന്നു. 1564 ജിസിയ നിരോധിക്കുമ്പോൾ അക്ബറിന് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആ മുസ്ലിങ്ങൾക്കെതിരായ നികുതിയായിരുന്നു ജിസിയ. ഇന്ത്യയിൽ ആദ്യമായി പശുവിനെ കൊല്ലുന്നത് നിരോധിച്ചതും അക്ബറാണ്. ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്താതിരിക്കാൻ എന്ന് പറഞ്ഞു തന്നെയാണ് പശുവിനെ കൊല്ലുന്നത് അക്ബർ നിരോധിച്ചത്. മഹാഭാരതവും രാമായണവും വേദങ്ങളും പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ ഉത്തരവിട്ടതും അക്ബറാണ്. ഷിയ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിസ്കാരത്തിന് അനുമതി നൽകി ഉത്തരവിട്ടതും മറ്റാരുമല്ല, സുന്നി മുസ്ലിങ്ങളുടെ ശക്തമായ പ്രതിഷേധം വകവെക്കാതെയായിരുന്നു ആ പ്രഖ്യാപനം. 5 നേരവും നിസ്കരിക്കുന്ന മുസ്ലിം ആയിരിക്കെ തന്നെ ഹിന്ദു മതത്തോട് കാണിച്ച സഹിഷ്ണുതയുണ്ട്. ഗംഗാജലം പുണ്യതീർത്ഥമായി കരുതി ദിവസവും സേവിക്കുന്ന പതിവുണ്ടായിരുന്നു അക്ബറിന്. രജപുത്ര കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്ന ആദ്യ മുസ്ലിമുമായിരുന്നു അക്ബർ. ഇന്ത്യയിൽ ദാറുൽ ഇസ്ലാം സ്ഥാപിക്കാൻ ശ്രമിച്ചുവെന്ന് ഔറംഗസേബിനെതിരെ ആരോപണമുണ്ട്. ദാറുൽ ഇസ്ലാം എന്നാൽ സമ്പൂർണ്ണ ഇസ്ലാമിക രാഷ്ട്രമാണ്. പല ചരിത്രകാരന്മാരും ഇങ്ങനെ വാദിക്കുന്നുമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനിലെ പുസ്തകം ഔറംഗസേബിനെ പുകഴ്ത്തുന്നത്. എന്നാൽ അക്ബറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒരിടത്തുമില്ല. ഔറംഗസേബ് ഇസ്ലാം മതത്തെയാണ് പിന്തുടർന്നത് എന്നതിൽ തർക്കമില്ല. ചൂതാട്ടം, മദ്യപാനം, ലൈംഗിക വ്യാപാരം എന്നിവ നിരോധിച്ചുത്തരവിട്ടത് മതബോധത്തിൽ ഊന്നി നിന്നാണ്. ഇസ്ലാമിക നിയമത്തിൽ അനുവദനീയമല്ലാത്ത എല്ലാ നികുതിയും എടുത്തു കളയുകയും ചെയ്തു. അക്ബർ നിരോധിച്ച ജസിയ വീണ്ടും ഏർപ്പെടുത്തിയതും ഔറംഗസേബാണ്. ഔറംഗസേബിനെ പാകിസ്ഥാൻ പാഠപുസ്തകം മഹാനാക്കുന്നു. അക്ബറിനെ അത്ര മഹാനല്ലാത്ത ഭരണാധികാരിയും ആക്കുന്നു. ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിരുന്ന ചരിത്ര പാഠങ്ങളിലെല്ലാം അക്ബർ ഗ്രേറ്റ് തന്നെയായിരുന്നു. അക്ബറിന് ഈ പുസ്തകത്തിൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും. അക്കാലത്തെ ലിഖിതങ്ങളോ അന്നത്തെ ചരിത്രരേഖകളോ ഉണ്ടാകണം. അല്ലാതെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചരിത്രത്തെ ഇഷ്ടാനുസരണം വളച്ചൊടിക്കാൻ കഴിയില്ല. നമസ്കാരം.